ദൈവവിളി ഓരോരുത്തരോടും ഉള്ള ബന്ധത്തിൽ വ്യത്യസ്ത നിലകളിലാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മെ വിളിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ദൗത്യങ്ങളിൽ നിലനിൽക്കുവാൻ ദൈവാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. ദൈവം നമ്മെ വിളിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമാകുന്ന കടമകൾ, താലന്തുകൾ, ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകൾ, അങ്ങനെ പലതും നമ്മെ ദൈവം ഏൽപ്പിക്കാറുണ്ട്. എന്നാൽ ദൈവം ഏൽപ്പിച്ചത് മാത്രം ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മളുടെ ജീവിതവും ശുശ്രൂഷയും അനുഭവവും നന്മയ്ക്ക് കാരണമായി തീരും. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, സഹോദരന്മാരെ, ഓരോരുത്തൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. അതെ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥിതിയിൽ, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന നിലവാരത്തിൽ, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന, ഏൽപ്പിച്ചു തന്നിരിക്കുന്ന താലന്തുകളെ വിനിയോഗം ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ ഓട്ടപ്പന്തയത്തിൽ അനേകർ ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആരെങ്കിലും അവരെ നിയോഗിച്ച ട്രാക്ക് വിട്ട് മാറി ഓടി അവർ ജയം നേടുവാൻ കഴിഞ്ഞാലും അവർക്ക് പിന്നത്തേതിൽ ആ കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ മെഡൽ നഷ്ടമായി പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ട്രാക്കിൽ തന്നെ ജീവിപ്പാൻ, ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്ന നിലവാരത്തിൽ തന്നെ ദൈവിക വേലയിൽ, ദൈവിക ശുശ്രൂഷയിൽ, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിൽക്കുവാൻ നാം ഒരുങ്ങുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. ഒരിക്കൽ പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ദൈവഭക്തൻ ബില്ലി ഗ്രഹാമിനെ പോലെ ശുശ്രൂഷിക്കണമെന്നും ബില്ലി ഗ്രഹാമിനെ പോലെ ദൈവപ്രവൃത്തി ചെയ്യണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് വളരെ നാളുകൾ ബില്ലി ഗ്രഹാം എന്ന ദൈവദാസൻ്റെ പ്രസംഗം കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ രീതിയിൽ ശുശ്രൂഷിക്കുവാൻ തയ്യാറാകുകയും ചെയ്തു. ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് പോൾ യോങ്കിച്ചോയോട് ഇങ്ങനെ പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ ആക്കിയിരിക്കുന്ന അതേ നിലയിൽ തന്നെ നീയായി ജീവിക്കുവാനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾക്ക് കീഴിൽ ജീവിക്കുവാനും യാത്ര ചെയ്യുവാനുമല്ല നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നതും ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നതെന്നും. അതെ, പലപ്പോഴും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ മാത്രം ചെയ്യുവാൻ നാം തയ്യാറാകുക. സഭയിൽ നാം പഠിക്കുമ്പോൾ ദൈവം ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി, അങ്ങനെ വ്യത്യസ്ത നിലകളിൽ തിരഞ്ഞെടുത്തിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഓരോരുത്തരെയും നിയമിക്കപ്പെട്ടിരിക്കുന്ന നിലവാരത്തിൽ, ദൈവവേലയിൽ, ദൈവിക ഉപദേശത്തിൽ, രോഗശാന്തി ശുശ്രൂഷയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നിലവാരം മാത്രം ചെയ്യുവാൻ നാം തയ്യാറാകുക. ഇന്ന് അനേകർ ദൈവം ഏൽപ്പിക്കാത്തതും ദൈവം ഏൽപ്പിച്ചിട്ടില്ലാത്തത് ദൈവം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞും ഒക്കെ ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് ഒരുപക്ഷെ ഇന്ന് നമുക്ക് ജയമായി തോന്നിയെന്ന് വരാം. എന്നാൽ നാളുകളിൽ അതിന് നാം കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം നമ്മോട് കണക്ക് ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചത് മാത്രം, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ മാത്രം വിശ്വസ്തയോടെ പ്രാർത്ഥനയാകട്ടെ, ആരാധനയാകട്ടെ, ദൈവവചന ശുശ്രൂഷയാകട്ടെ, ദൈവിക നിലവാരം പുലർത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഏൽപ്പിച്ച എല്ലാ മണ്ഡലങ്ങളിലും വിശ്വസ്തരായി ജീവിപ്പാൻ നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അതെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ നാം തയ്യാറാകുക. നമ്മളുടെ ശരീര അവയവങ്ങൾ പലതും വ്യത്യസ്ത നിലകളിലാണ് കാണുവാൻ കഴിയുന്നത്. കാലിൻ്റെ പ്രവൃത്തികൾ കൈക്ക് ചെയ്യുവാൻ കഴിയില്ല, കൈയുടെ പ്രവൃത്തികൾ കാലിനും ചെയ്യുവാൻ കഴിയില്ല, കണ്ണിൻ്റെ പ്രവൃത്തികൾ കണ്ണിന് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ, വിളിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വിശ്വസ്തത നിലനിർത്തി സത്യസന്ധതയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രം ചെയ്യുവാൻ നാം ഒരുങ്ങി തയ്യാറെടുത്ത് മുൻപോട്ട് പോയാൽ നമ്മളുടെ ജീവിതവും ശുശ്രൂഷയും കുടുംബവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും ദൈവത്താൽ അനുഗ്രഹമുള്ളതായിത്തീരും. അതിനായി നമുക്കൊരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.